ഹലോ, അസ്സലാമു അലൈക്കും. വാവ ആൻഡ് പൊന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ആവോലി മീൻ കൊണ്ട് ബിരിയാണി വയ്ക്കുന്നതാണ്. അപ്പോൾ ജീരകശാല അരിയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതാണ് ആവോലി മീൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ മീനിൻ്റെ പേരറിയത്തില്ല എന്ന് പറഞ്ഞതിന് എല്ലാവരും കൂടി എന്നെ കളിയാക്കി. സത്യം, എനിക്ക് ആ മീനിൻ്റെ പേര് അറിയത്തില്ലായിരുന്നു. ഈ മീനിൻ്റെ പേര് എനിക്കറിയാം, ഞാൻ ചോദിച്ച് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ പേരാണ് ആവോലി. പിന്നെ അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ മസാല ഇടുകയാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെന്താ മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഗരം മസാല. സാധാരണ മീൻ ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ മസാല ഇടും അതൊക്കെ തന്നെയാണ് ഞാനും ഇടുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, മസാല കുഴയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിച്ച് എടുക്കണം. ഇതുപോലെ മസാലയെല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും പറ്റി പിടിച്ചിരിക്കുന്ന രീതിക്ക് തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. പിന്നെ ചോറിന് ആവശ്യമായ ക്യാരറ്റ്, മുട്ടക്കോസ്, തക്കാളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് അരിയും കൂടെ ആയിട്ട് വേവിക്കാൻ വേണ്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് എണ്ണ ഒഴിക്കുക. അതിനുശേഷം മസാല തേച്ച് വെച്ചിരിക്കുന്ന ആവോലി മീൻ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഫ്രൈ ആകേണ്ടതില്ല. രണ്ട് സൈഡും കുറേശ്ശെ രീതിയിൽ മൊരിഞ്ഞാൽ മതി. അതാണ് ബിരിയാണിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അത് നന്നായി എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് അതിന് നന്നായിട്ട് രണ്ട് വശവും വേവത്തക്ക രീതിയിൽ മറിച്ചെടുക്കേണ്ടതാണ്. പിന്നെ അതിന് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് വെന്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കണം. നന്നായിട്ട് നല്ല രീതിക്ക് മൊരിഞ്ഞ് വന്നതിന് ശേഷം, സാദാ ഫ്രൈ ചെയ്യുന്നത് പോലെയല്ല, ബിരിയാണിക്ക് ആവശ്യമായ രീതിക്ക് വെന്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമ്മൾ അതിനെ മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കേണ്ടതാണ്. ആ സമയത്തേക്ക് നമ്മുടെ ചോറും റെഡിയായി കിട്ടും. ചോറും നമ്മൾ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ മീനിന് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ്. സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും വേണം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നത് ഈ ഒരു സാധനത്തിലിട്ടാണ്. ഇതിനകത്ത് ഞാൻ ഇടിച്ചിടിച്ച് ഇങ്ങനെ ചതച്ചെടുക്കും. ഞാൻ മിക്സിയിലിടാറില്ല. ചതച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്താണ് ഇടിച്ചെടുക്കാറ്. അപ്പോൾ ഇടിച്ചെടുക്കുന്ന ഒരു രസം, ഒരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളക് എല്ലാം വഴറ്റുന്നതിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് പുതിയതായിട്ട് വേറെ ഒരു എണ്ണ എടുക്കുന്നില്ല. അതേ എണ്ണയിൽ തന്നെ, ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മളത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ തക്കാളി ഇട്ട് കൊടുക്കാവൂ. കുറച്ച് ഉപ്പ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതൊക്കെ പുതിയ ടെക്നിക്കുകളാണ്. ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഈ പുതിയ ടെക്നിക്കുകൾ പറഞ്ഞു തരത്തുള്ളൂ. വേറെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്കിത് കാണാൻ സാധിക്കത്തില്ല. ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നുള്ള എൻ്റെ മാത്രം ടിപ്പാണ്. ഇത് വേറൊന്നും കിട്ടത്തില്ല. അതിനുശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. നന്നായി വഴന്നതിന് ശേഷമാണ് മസാലയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. എല്ലാ മസാലയും കുറച്ച് വീതമേ ചേർക്കാറുള്ളൂ. കാരണം കുഞ്ഞു മക്കൾ കഴിക്കാനുള്ളത് കൊണ്ട് എരിവ് കുറവായി കിട്ടുന്നതിനാണ് ലേശം കൊല്ലം കുറേശ്ശെ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മസാലയെല്ലാം നന്നായിട്ട് വഴണ്ടാകുമ്പോൾ
നമ്മളതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് മീൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. മസാല നന്നായിട്ട് മീനിൽ പിടിച്ച് റെഡിയാവാൻ വേണ്ടി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറും മസാലയും കൂടി റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വയ്ക്കുക. കുറച്ച് നെയ്യ് അതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ നെയ്യ് ഒഴിച്ച പാത്രത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആവോലി ഫിഷ് മസാല അതിന് മുകളിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. നല്ല മസാലയും മീനും കൂടെയൊക്കെ ആയിട്ട് സെറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് ശേഷം അടുത്ത ലെയർ ചോറ് നമ്മളതിന് മുകളിലേക്ക് തട്ടിക്കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത്. ഇതും എൻ്റെ മാത്രം രീതിയാണ്, വേറെ എങ്ങും നിങ്ങൾക്കിത് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വെച്ചാൽ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചോറ് അതേപോലെ അതിന് മുകളിലായിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് ഉള്ളി വറുത്തതോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നട്ട്സ് എല്ലാമൊക്കെ ഇടാവുന്നതാണ്. പക്ഷേ എൻ്റെ മക്കൾ അതെല്ലാം പറക്കി മാറ്റി കളയുന്നത് കൊണ്ട് ഞാൻ അതൊന്നും വെറുതെ ചെയ്യുന്നില്ല. എടുത്ത് കളയുന്നതിന് വേണ്ടി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ചോറിന് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടെ ഒരു മണവും ഇതെല്ലാം കൂടെ വരട്ടേന്ന് വിചാരിച്ചു നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു സലാഡ് തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സലാഡാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം പപ്പടമാണല്ലോ. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ എന്തായാലും പപ്പടം വേണം. നമ്മൾ പപ്പടവും കൂടി പൊരിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ? അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിക്കുന്നതിനായിട്ടുള്ള സുപ്രയൊക്കെ വിരിച്ച് നമ്മൾ റെഡിയായിട്ടിരുന്നുണ്ട്. അപ്പോൾ ചോറ് നമ്മളിതാ ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ യമ്മി ടേസ്റ്റി ആയിരിക്കുമെന്ന്. കാരണം എൻ്റെ ഒരു കൈപ്പുണ്യം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക തരം മണവും രുചിയും ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് ഫുഡ്. എൻ്റെ ആവോലി ബിരിയാണി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.